മറ്റു പാർട്ടികളിലെ ജനപ്രതിനിധികൾ അടക്കം ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. ബത്തേരി മേഖലയിൽ നിന്നുള്ളവരാണ് ബി.ജെ.പിയിലെത്തുക. കെ.പി. മധു പാർട്ടി വിട്ടത് മൂലം ബി.ജെ.പിക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ലെന്നും പ്രശാന്ത് മലവയൽ 24 പറഞ്ഞു. 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കും. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ബത്തേരി മേഖലയിൽ നിന്ന് കുറച്ചധികം ആളുകൾ പാർട്ടിയിൽ ചേരും. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ നിന്ന് പോലും ഒരാൾ പോലും പോയിട്ടില്ല. പിന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ബൈറ്റിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ പോലും എൻ്റെ ബൂത്തിൽ നിന്ന് ആരും എന്നെ വന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും അദ്ദേഹത്തിന് ഈ പാർട്ടിയിലുണ്ടായിരുന്ന സ്വാധീനമൊക്കെ അതിൽ നിന്ന് വളരെ കൃത്യമാണ്. ഒരു തരത്തിലുള്ള ക്ഷീണവുമില്ല. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നിന്നടക്കം പാർട്ടിയിലേക്ക് ആളുകൾ ചേരും. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, ബി.ജെ.പിയിലെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോഴാണ് ബി.ജെ.പിയിലേക്ക് ഇനി അവിടെ നിന്ന് കൂടുതൽ ആളുകൾ എത്തുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പ്രശാന്ത് മലവയൽ പറയുന്നത്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? പ്രശാന്ത് മലവയൽ ജില്ലാ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനുശേഷമാണ് ചില നീക്കങ്ങൾ നടന്നത്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന പ്രശാന്ത് മലവയലിന് മുമ്പുണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു പാർട്ടി വിടുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രശാന്ത് മലവയൽ ഔദ്യോഗികമായി ചുമതലയേറ്റതിന് ശേഷം നടത്തിയ ആ വിഷയത്തിൽ 24 നൽകിയ അഭിമുഖത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം പുതിയ ആളുകൾ, അതായത് ഇടതുപക്ഷത്തു നിന്ന് പോലും പുതിയ ആളുകൾ, നേതാക്കൾ ഈ ബി.ജെ.പിയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, CPIയുടെ ജില്ലാ കൗൺസിൽ അംഗം കലേഷ് സത്യാലയത്തെ കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയിരുന്നു. അദ്ദേഹം ഇരുളം ഡിവിഷനിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് കലേഷാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരാളെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DYFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർ, ബത്തേരി മേഖലയിൽ നിന്ന് DYFIയുടെ സജീവ സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആളുകൾ പോലും പാർട്ടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് പ്രശാന്ത് മലവയൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഒരാഴ്ചക്കിടെ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുമെന്നുള്ളതും പ്രശാന്ത് മലവയൽ പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു കോൺഗ്രസിൽ പോയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അദ്ദേഹത്തിന് തീരെ ജനസ്വാധീനമില്ല. സ്വന്തം ബൂത്തിൽ നിന്ന് പോലും ഒരാളെ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അത്ര പോലും ജനസ്വാധീനമില്ലാത്ത ഒരാളാണ് കെ.പി. മധു എന്നുള്ള വിമർശനം കൂടി പ്രശാന്ത് മലവയൽ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ താൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യകണ്ഠേനയാണ്, മറിച്ചുള്ള വാർത്തകൾ തെറ്റാണ്. അത്തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു, പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ്. ഒരു തരത്തിലുള്ള മത്സരം പോലും ഉണ്ടാകാത്ത വിധത്തിൽ ഐക്യകണ്ഠേനയാണ് താൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബി.ജെ.പിയുടെ ഭാഗമാകും എന്നുള്ളതാണ് പ്രശാന്ത് മലവയൽ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് മലവയൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ബി.ജെ.പി ഓഫീസിൽ എന്നാണ് സുർജിത്ത്, അല്ലേ? തീർച്ചയായും ആ വാർത്താ സമ്മേളനത്തിൽ ആരൊക്കെയാണ് എത്തുക എന്നുള്ള തരത്തിൽ അതിനകത്ത് കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം പങ്കുവയ്ക്കുമെന്നുള്ളതാണ്. ഇത് പറയാതെ പറഞ്ഞ വിഷയമാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, CPIയുടെ ജില്ലാ കൗൺസിൽ അംഗമായ, നേരത്തെ നേതാവായിരുന്ന കലേഷാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ CPI ഔദ്യോഗികമായി വിശദീകരിക്കുന്ന, CPIയുടെ ഔദ്യോഗിക നേതൃത്വം വിശദീകരിക്കുന്നത്, ഇത് നേരത്തെ പുറത്താക്കിയത് സാമ്പത്തിക വിഷയങ്ങളുടെ മുകളിലാണ് അത്തരത്തിലുള്ള നടപടി എടുത്തത് എന്നുള്ള തരത്തിലുള്ള വിശദീകരണം CPIയുടെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു കലേഷിനെ വരുതിയിലാക്കുന്ന വിധത്തിൽ ബി.ജെ.പി ഇടപെട്ട് അദ്ദേഹത്തെ പാർട്ടിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഒപ്പം തന്നെ മറ്റു ചിലരും, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലരും ബി.ജെ.പിയുടെ ഭാഗമാകുമെന്നുള്ള തരത്തിലുള്ള വിവരം കൂടി പ്രശാന്ത് മലവയൽ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് വരും. ബത്തേരിയിൽ നിന്നാണ് കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് പുതുതായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ പ്രശാന്ത് മലവയൽ പറഞ്ഞിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു.